അതിൽ ലംഘിച്ചപ്പുറത്തേക്ക് പോകുന്നവനെ പറ്റിയിട്ട് അള്ളാഹു പറയുന്നത് ആ രേഖക്കപ്പുറത്തേക്ക് ആരാണോ പോകുന്നത്, ആ നിയമത്തിനപ്പുറത്തേക്ക് ആരാണോ പോകുന്നത്, അവൻ അതിരി വിട്ട് കടന്നവനാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അള്ളാഹു നിശ്ചയിച്ച ആ അതിരേഖക്കുള്ളിൽ ജീവിക്കുന്നവരെ പറ്റിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്. സാബിഖും ബിൽ ഖൈറാത്ത്, സാബിഖും ബിൽ ഖൈറാത്തി ബിഇذനില്ലാഹ്, അല്ലാഹുവിന്റെ അനുവാദത്തോട് കൂടിയിട്ട് നന്മയിലേക്ക് ധൃതി കാണിക്കുന്നവർ, നന്മയിലേക്ക് ധൃതിയോടുകൂടി പ്രവർത്തിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഈ ആയത്ത് വിശദീകരിച്ചെടുത്ത് പണ്ഡിതന്മാർ പറയുന്നത്, അല്ലാഹു തആല ഒരു മനുഷ്യന്, ഒരു വിശ്വാസിക്ക് എന്തൊക്കെ കാര്യങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം കൃത്യമായി അയാളുടെ ജീവിതത്തിൽ കൊണ്ടുവരും. അല്ലാഹു തആല എന്തൊക്കെ തന്നെ ഒരു വിശ്വാസിയുടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഹറാമാക്കി പഠിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തും. എന്തൊക്കെ ഐച്ഛികമായ കാര്യങ്ങളുണ്ടോ, സുന്നത്തായ കാര്യങ്ങളുണ്ടോ, അതൊക്കെ ജീവിതത്തിൽ അയാളെ പ്രവർത്തിക്കും, ചെയ്യും. മക്രൂഹായ കാര്യങ്ങളെല്ലാം അയാളെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തും. ഇങ്ങനെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച്, അള്ളാഹുവിന്റെ കൽപ്പനക്കനുസരിച്ച്, അള്ളാഹുവിൻ്റെതായിരിക്കുന്ന അതിർ രേഖയ്ക്ക് ഒന്നും അപ്പുറത്തേക്ക് കടക്കാത്ത ഒരാൾക്കാണ് സാബിഖും ബിൽ ഖൈറാത്ത് എന്ന് അല്ലാഹു തആല പറഞ്ഞ ഒന്നാമത്തെ കാറ്റഗറി. ഒരു കാറ്റഗറി അതാണ്. അവരെ സംബന്ധിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യദ്ഖുലൂന ബിഗൈരി ഹിസാബ്, അവർ വിചാരണയൊന്നും ഇല്ലാതെ അങ്ങ് സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുന്നവരാണ് എന്ന്. മറ്റൊരു കാറ്റഗറിയിൽ അല്ലാഹു തആല മുഖ്തസിദ്, ഒരു മിതത്വമായ നിലപാട് സ്വീകരിക്കുന്ന, മധ്യമായ നിലപാട് സ്വീകരിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാല് നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അയാൾ ചെയ്യും, ഹറാമായ കാര്യങ്ങളെല്ലാം അയാൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തും. എന്നാലോ ചില ഐച്ഛികമായ കാര്യങ്ങൾ ചിലപ്പോഴൊക്കെ വിട്ടുപോകും, അത് ചിലപ്പോഴൊക്കെ ഒഴിവാക്കി എന്ന് വരും. എന്നാലും നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കില്ല, ഹറാമായ കാര്യങ്ങൾ അയാളുടെ ജീവിതത്തിൽ അയാൾ കൊണ്ടുവരില്ല, ചെയ്യില്ല. അങ്ങനെയുള്ള ആളുകളെ പറ്റിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യഹ്സബൂന ഹിസാബൻ യസീറ, അവർക്കൊരു വിചാരണ, പേരിൽ ഒരു വിചാരണ മാത്രമേ പരലോകത്തുണ്ടാവുകയുള്ളൂ. വിചാരണയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. വളരെ ലളിതമായ രീതിയിലുള്ള വിചാരണയ്ക്ക് വിധേയരാകുന്നവരാണ് അവർ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നാൽ മൂന്നാമത്തെ ഒരു കാറ്റഗറിയിലുള്ളവരെ പറ്റിയിട്ട് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്, വാലിമുൻ ലിനഫ്സിഹി, സ്വന്തത്തോട് അക്രമം ചെയ്തു, സ്വന്തത്തോട് അക്രമം ചെയ്തു പോയിട്ടുണ്ട്. വല്ലതും ചെയ്തു പോയി കഴിഞ്ഞാല് ആ ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് മനസ്സ് ശരീരവും പിന്മാറ്റിയെടുത്ത് എന്നിട്ട് അയാളെ പശ്ചാത്തപിക്കും, തൗബ ചെയ്യും. അങ്ങനെയുള്ള ഒരാളെ പറ്റിയാണ് വാലിമുൻ ലിനഫ്സിഹി എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. എന്നിട്ട് ഈ കക്ഷിയെ സംബന്ധിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അവളുടെ ഹിസാബ് അത് ദീർഘമായ ഹിസാബായിരിക്കും, ദീർഘമായ വിചാരണയായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. നമ്മൾ ഈ മൂന്ന് കാറ്റഗറിയിലുള്ള ആളെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മളോട് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ ഏത് കാറ്റഗറിയിൽപ്പെട്ടവനാണ് എന്ന്.